ശരി ശ്യാം ദേവരാജ്, 42 കയ്യേറ്റ കേസുകളിൽ തോറ്റുകൊടുത്തത് എന്തിന് എന്ന ചോദ്യമായിരുന്നു സർക്കാരിനോട് കോടതി ചോദിച്ചത്. മറുപടി ഉണ്ടായിട്ടില്ല. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ്. 6 ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് ലീഗ് ധർണ നടത്തി. മലബാറിൽ സീറ്റ് അനുവദിക്കുന്നതിൽ ഇടതുമുന്നണിക്ക് പിശുക്കാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് MLA-മാർ മുഖ്യമന്ത്രിയെ നേരിൽ കാണും. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയായിരുന്നു മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. അധിക ബാച്ചുകൾ സർക്കാർ അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ലീഗ് MLA-മാർ നേരിൽ കാണുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി. കാലാകാലങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മതിയായ സീറ്റുകൾ അനുവദിക്കാറില്ല. അതിൽ വലിയ പിശുക്കാണ് അവർ അധികാരത്തിൽ വന്നാൽ. എന്താണ് മലബാറിലെ ഈ ജില്ലകളിലൊക്കെ അവരിങ്ങനെ പിശുക്ക് കാണിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഗവൺമെന്റ് തിരുത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അനങ്ങാപ്പാറ നയമെടുത്താൽ ജനങ്ങളുടെ ഈ ജനരോഷം ഞങ്ങളുടെ പോലും നിയന്ത്രണത്തിൽ നിൽക്കൂല എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. കോഴിക്കോട് ET മുഹമ്മദ് ബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടത് സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ ഞെക്കിക്കൊല്ലുകയാണെന്ന് ET. വളരെ ബ്രില്യന്റ് ആയ നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇടതുപക്ഷ ജനാധിപത്യം ഞെരുക്കിക്കൊല്ലുന്നതും ഈ നാടിന്റെ ആ വലിയ സമ്പത്തിനെയാണ്. മലബാറിലെ ജില്ലകളോട് സർക്കാരിന് അയിത്തമെന്ന് P.K. ഫിറോസ് കാസർഗോഡ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ അയിത്തം നിരോധിച്ചതല്ലേ? എന്നാൽ വിദ്യാർത്ഥികളോട് ഇപ്പോഴും അയിത്തം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ആദ്യഘട്ടമാണ് ഇന്ന് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ കലക്ട്രേറ്റ് ധർണകൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ മലപ്പുറം.